1960കളുടെ അവസാനം കടുത്ത വയറുവേദനയുമായി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ രോഗികളെ പരിശോധിച്ചപ്പോൾ അന്നത്തെ സൂപ്രണ്ട് ഡോക്ടർ മാത്യു വർഗീസിന് ഒരു കാര്യം മനസ്സിലായി. വരുന്നവരിൽ പലർക്കും പാൻക്രിയാറ്റൈറ്റിസ് അഥവാ പാൻക്രിയാസിന് വീക്കമാണ്. മദ്യപാനമല്ല ഇതിന് കാരണം. ഡോക്ടർ മാത്യുവിന്റെ അന്വേഷണം ചെന്നെത്തിയത് കപ്പയിൽ. മാംസ്യം കുറഞ്ഞ ഭക്ഷണവും കപ്പയുടെ അമിത ഉപയോഗവും ഉള്ളവരിലാണ് പ്രശ്നം കാണുന്നത്. പാൻക്രിയാസിന് ദിവസം 19 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. ഇത് ലഭിക്കാത്തവരുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ കപ്പയുടെ കട്ടെന്ന് വിളിക്കുന്ന വിഷാംശം ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ഡോക്ടർ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം അനുമാനിച്ചു. ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള പല രാജ്യങ്ങളിലും ഇത്തരം കേസുകൾ ഉണ്ടെന്നറിഞ്ഞു. ഇങ്ങനെ ഈ അവസ്ഥയ്ക്ക് ട്രോപ്പിക്കൽ കാൽക്കുലസ് ഓഫ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പേരിട്ടു. 1972 മനിലയിൽ ഇത് സംബന്ധിച്ച പ്രബന്ധം അവതരിപ്പിച്ചു. ഈ രോഗത്തെക്കുറിച്ച് മെഡിക്കൽ ലോകം ആദ്യമായി അറിഞ്ഞത് ഇങ്ങനെയാണ്. മോച്ച എന്ന അടുപ്പക്കാർ വിളിക്കുന്ന ഡോക്ടർ മാത്യു വർഗീസ് ആരോഗ്യരംഗത്തെയും ചികിത്സാ ലോകത്തെയും മാറ്റങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നു. പല ഡോക്ടർമാർക്കും ഡോക്ടർ മാത്യുവിന്റെ മുന്നിൽ പോകാൻ പേടിയാണെന്നും തമാശ പറയും. ചികിത്സാ ലോകത്തെ പറ്റിയുള്ള ഒരു പുതിയ ചോദ്യവുമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ വരവ്. സൂപ്പർ സർജൻ എന്നായിരുന്നു സഹപ്രവർത്തകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവാണ് അദ്ദേഹത്തെ മികച്ച സർജൻ എന്ന പേരിന് അർഹനാക്കിയത്. 1947 മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് സർജറിയിൽ ഗോൾഡ് മെഡലോടെ ബിരുദാനന്തര ബിരുദവും നേടി. പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം കൊളംബോ സർവകലാശാലയിലും ബ്രിട്ടനിലും തുടർ പഠനം നടത്തി. FRCS പാസ്സായി US-ലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലും സേവനം അനുഷ്ഠിച്ചു. ഡോക്ടർ മാത്യു മദ്രാസിൽ പഠിച്ചിരുന്ന കാലത്ത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു സംഘം അവിടെ എത്തി. ആ സംഘത്തിന്റെ ലീഡർ പെൻസിലിൻ കണ്ടുപിടിച്ച ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയിരുന്നു. ലോകത്തെ പ്രശസ്തരായ ഡോക്ടർമാരായിരുന്നു സംഘത്തിൽ. അതിലൊരു ഡോക്ടർ മാത്യുവിന്റെ വിരലുകൾ കണ്ടു പറഞ്ഞു, അക്ലീസ് ഹാൻഡ്. ഇതൊരു ഹൃദ്രോഗ വിദഗ്ധന് ചേർന്ന കൈകളാണ്. മെലിഞ്ഞ് നേർത്ത വിരലുകൾ കൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിസൂക്ഷ്മമായ തുന്നലുകൾ വേഗമിടാൻ സാധിക്കും. ഈ വിരലുകൾ കൊണ്ട് ഡോക്ടർ മാത്യു 300ഓളം പാൻക്രിയാസ് സർജറികൾ ചെയ്തു. സഹപ്രവർത്തകരോട് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു കാര്യമാണ്: രോഗനിർണയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിനിക്കൽ പരിശോധനയ്ക്ക് എപ്പോഴും അതിന്റെ സ്ഥാനമുണ്ട്. ഓവർ ഡയഗ്നോസിസ് അണ്ടർ ഡയഗ്നോസിസിനും ഒരുപോലെ അപകടമാണ്. രണ്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. US-ൽ നിന്നും പ്രസിദ്ധീകരിച്ചു പാൻക്രിയാസ് രോഗവിവരങ്ങളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സർജിക്കൽ ഡിസീസ് ഓഫ് ദി പാൻക്രിയാസ് എന്ന ഗ്രന്ഥത്തിൽ ഡോക്ടർ മാത്യുവിന്റെ പ്രബന്ധങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.